ഗേൾസ്. Dun, da, dun. എനിക്ക് തർക്കിക്കാൻ താല്പര്യമില്ല. ഇന്നത്തെ ഈ പാർട്ടിയുടെ മൂഡ് കളയാൻ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ല. വെറുതെ ഒരു തമാശ പറഞ്ഞതാ. പക്ഷെ ഇത്തരം കാര്യങ്ങൾ തമാശയാണെങ്കിൽ പോലും ആരും ഇടപെടില്ല. പിന്നെ ഷെർലിൻ, നീ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോ. ഇന്ന് നീ ഞങ്ങളുടെ കുട്ടികളെ കുറിച്ച് എന്തോ പറഞ്ഞു. പക്ഷെ ഇനി അങ്ങോട്ട് നിന്റെ വായിൽ നിന്ന് ഇത്തരം സംസാരം വന്നാൽ എന്റെ ഈ കൈ ചിലപ്പോ പ്രായമേറിയിരിക്കാം. പക്ഷെ ഇപ്പോഴിതിന് നല്ല കരുത്തുണ്ട്. ഇതുകൊണ്ടും തന്നാലുണ്ടല്ലോ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറിപ്പോവും. പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു. അഥവാ മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ ഇത് എന്താ ഈ പറയുന്നത്? എന്ത് നിനക്കിട്ട് വേണമെങ്കിൽ എനിക്കൊന്ന് തരാനാകും. കാരണം ഞങ്ങളുടെ അഭിമാനം, ഞങ്ങളുടെ അന്തസ്, അതിന്റെ നേർക്കാണ് ആരെങ്കിലും വിരൽ ചൂണ്ടുന്നതെങ്കിൽ ദേഷ്യം കൊണ്ടെന്റെ കണ്ണുപോലും കാണില്ല. പിന്നെ ഞാൻ എല്ലാം മറന്നു കളയും. ഹൗ ഡെയർ യു! എന്തു പറ്റി? നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതെ മോളെ, ഞാൻ തമാശ പറഞ്ഞതാ. നീയും ഷെർലിനും ഇപ്പൊ തമാശയല്ലേ പറഞ്ഞത്? അവളുടെ തമാശ നിനക്ക് മനസ്സിലായി, എന്റെ തമാശ നിനക്ക് മനസ്സിലായില്ല. മുത്തശ്ശി ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചു കളഞ്ഞല്ലോ. സരള, വാ നമുക്ക് പുറത്തു പോയി ഒന്ന് കാറ്റ് കൊണ്ടിട്ട് വരാം. ഇവിടുത്തെ കാറ്റിൽ തമാശയുടെ കയ്പ് നിറഞ്ഞിരിക്കുകയാണ്. വാ, ഞങ്ങളിപ്പോ വരാം. ഈ ഡോറെന്താ തുറന്നു കിടക്കുന്നത്? ഈ ഷെർലിൻ ബേബിക്ക് ഓരോ ദിവസം ചെല്ലുന്നതോറും ശ്രദ്ധയില്ലാതായി വരിക. വാതിൽ തുറന്നിട്ട് ഒരു സെക്കൻഡ്. ഇനി എങ്ങാനും ഷെർലിന്റെ അമ്മ സഞ്ജന തിരികെ വന്നു കാണോ? ഇല്ലില്ല. ഷെർലിൻ ബേബി പറഞ്ഞത് അവളുടെ അമ്മ പുറത്തു പോയിരിക്കുകയാണെന്നാണല്ലോ, ഏതോ ട്രിപ്പിന് കുറച്ച് ദിവസത്തേക്ക്. പിന്നെ അവരുടെ റിട്ടേൺ ഫ്ലൈറ്റ് നാളത്തേക്കാണ്. അല്ല, ഇനി ശരിക്കും അവളുടെ അമ്മ എങ്ങനെ തിരിച്ചു വന്നാണോ? അവരെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊല വിളിക്കും. ചേടാ, ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഒന്നും പിടികിട്ടുന്നില്ലല്ലോ. കാരണം എന്റെ വാലറ്റ് അകത്താണ്. വാലറ്റ് എടുക്കാതെ എനിക്ക് തിരികെ പോകാനും പറ്റത്തില്ല. വാലറ്റ് എനിക്ക് കിട്ടിയേ തീരും. ഒരു കാര്യം ചെയ്യും, എന്തായാലും ഇനി അവളുടെ അമ്മ അകത്തുണ്ടെങ്കിൽ പോലും അവരവരുടെ മുറിയിലായിരിക്കുമല്ലോ. ശബ്ദം ഉണ്ടാക്കാതെ അകത്ത് കിടന്ന് എന്റെ വാലറ്റും എടുത്ത് പതുക്കെ പുറത്തു പോകാം. ആരും അറിയുകയില്ല. ഓ ഗോഡ്, അതിനർത്ഥം ചേച്ചി ഇതിനും വലിയ പ്രൂഫ് ചേച്ചിക്ക് എന്താ വേണ്ട? എങ്ങതാ നോക്കട്ടെ. എന്റെ ദൈവമേ, ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ. ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. അതായത് ഞാൻ എന്താണോ കരുതിയത് അത് വളരെ ശരിയാണെന്ന്. ഐ മീൻ, കിരൺ നമ്പ്യാരുടെ ജഡ്ജ്മെന്റ് ഒരിക്കലും തെറ്റാറില്ല, ഒരിക്കലും ഫെയിൽ ആവുകയില്ല. എന്റെ സർ, നമ്മൾ അതല്ല ആലോചിക്കണ്ടേ. അവരെന്ത് സ്മാർട്ട് ആയിരുന്നു ഈ കാര്യത്തില്. അതായത് ആരും ഒന്നും അറിയാതെ അവർ ഇത്രയും നാളും ഒരു അഫയറിലായിരുന്നു. ഈ പൃഥ്വി ഞാൻ ഉണ്ടല്ലോ. മിണ്ടാതിരിക്കും. നിങ്ങൾ രണ്ടാളുടെ ഈ തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, അത് ഭ്രാന്തിന്റെ ലക്ഷണം. അവര് രണ്ടുപേരുടെ ഒരു ഫോട്ടോ കണ്ടെന്ന് കരുതി അതിൽ എന്ത് പ്രൂവ് ആകാനാ? അവർ അഫയറിലാണെന്നോ? അതങ്ങനെ പ്രൂവ് ചെയ്യും? എന്റെ ദൈവമേ, ഈ ചേച്ചിയോട് എന്താ ഞാൻ പറയണ്ടേ? സാർ ഒന്ന് പറ. എന്താന്ന് വെച്ചാൽ ഈ ചേച്ചിയുടെ ഡോക്ടർ ഡിഗ്രി കാരണം എല്ലാ കേസിന്റെയും എല്ലാ സിംറ്റംസും നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് മാത്രമേ ഒരു കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിക്കത്തുള്ളൂ. അന്ധവിശ്വാസത്തിൽ വിശ്വാസം ഇല്ലല്ലോ ചേച്ചിക്ക്. എക്സാക്ട്ലി. അന്ധവിശ്വാസത്തിൽ വിശ്വാസമില്ല, സൂപ്പർസിഷനിൽ വിശ്വാസമില്ല. പക്ഷെ പൃഥ്വിയോട് മാത്രം അന്ധവിശ്വാസം വെക്കാം. കറക്റ്റ്.
എടി നോക്ക്, നിനക്ക് എന്നിൽ കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ഞാൻ നിനക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് തരാൻ പോവാണ്. അതായത് ഞാൻ ഇന്നലെ രാത്രി പൃഥ്വിയും ഷെളിനെയും ഒരുമിച്ച് കണ്ടായിരുന്നു, കാറിൽ വെച്ച്. അത് ഒറ്റയ്ക്ക്. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് അവർ രണ്ടാളും ഒരുമിച്ചല്ല പോയത്, ഒറ്റയ്ക്കാ പോയത്. പിന്നെ എങ്ങനെ അവർ ഒരുമിച്ച് ഒരു കാറില്? ഇതിലെന്താ ഇത്ര വലിയ കാര്യം? നമ്മളും എത്ര തവണ വീട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ടുണ്ട്, ഒരുമിച്ച് ഇറങ്ങിയിട്ടുണ്ട്, പിന്നെ കാറിൽ ഒരുമിച്ച് പലപ്പോഴും യാത്ര ചെയ്തിട്ടില്ലേ? അതിനർത്ഥം നമ്മൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും അഫയർ ഉണ്ടെന്നാണോ? ലിസൺ, എടി അവർ രണ്ടുപേരും എന്നെ കണ്ട് ഒളിക്കാൻ ശ്രമിച്ചു. എന്നെ കണ്ട് ഒളിക്കുന്ന എന്തിനാ? അവരുടെ മനസ്സിൽ കുറ്റബോധം ഉള്ളതുകൊണ്ട്. ഞാൻ സമ്മതിച്ചു. താങ്ക് ഗോഡ്, ഇതെങ്കിലും വിശ്വസിച്ചല്ലോ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്. ഞാൻ പറയുന്നത് അവരുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടെന്നല്ല, മറിച്ച് അവര് പേടിച്ചിട്ടാണെങ്കിലോ? കാരണം നിനക്കറിയാലോ, ഈ ഇടയായി അവരുടെ പേരുകൾ തമ്മിൽ ഒരുപാട് കൂട്ടിക്കുഴയ്ക്കുന്നുണ്ട്. അവര് പരസ്പരം ലിങ്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ കാര്യം നെക്ലസ് കിട്ടിയപ്പോ മുതൽ അതൊരു പ്രശ്നമായപ്പോ പിന്നെ അവര് രണ്ടുപേരും പേടിച്ചിട്ടുണ്ടാകും. അത് കാരണം ടെൻഷൻ കൊണ്ട് ഒളിച്ചതാകാം. കണ്ടോ ഇവിടെ എന്താ പറയുന്നതെന്ന്? നിന്റെ ചേച്ചിക്ക് എന്തൊരു വാശിയാണെന്ന് കണ്ടില്ലേ നീ? ഇവള് ഡോക്ടറല്ല, വക്കീല ആവേണ്ടിയിരുന്നത്. പിന്നെ ഒരു കാരണം കൂടാണ്ട് പൃഥ്വിയുടെ വക്കാലത്ത് പിടിക്കാൻ. വെറുതെ ഒന്നുമല്ല പറയുന്നേ. നോക്ക്, റീസെന്റ് ഇങ്ങനെയല്ലേ ഉണ്ടായത്? അത് വെച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒന്ന് ആലോചിച്ചേ, ആളുകൾ എന്നെയും നിന്നെയും സംശയിച്ചു തുടങ്ങി. നമ്മൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന്. നമ്മളെ പിന്നെയും കുറ്റപ്പെടുത്താൻ തുടങ്ങിയ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ പേടിച്ചു പോകും. നമുക്കും തോന്നും ആളുകളുടെ മുന്നിൽ നിന്ന് ഒളിഞ്ഞിരിക്കുന്നത് നല്ലതെന്ന്. അങ്ങനെയെങ്കിൽ കൂടുതൽ വഷളാകാതിരിക്കാൻ. ഇതാകും പൃഥ്വിക്കും ഷെല്ലിനും സംഭവിച്ചതും. അവരെ സംശയിക്കുക, അവരെ കുറ്റപ്പെടുത്തുക. ചിലപ്പോ അവര് നോർമലി കണ്ടുമുട്ടിയതാകാം സംസാരിക്കാൻ വേണ്ടി. അപ്പൊ നിന്നെ കണ്ടു, അപ്പൊ അവര് പേടിച്ചൊളിച്ചിരുന്നു. ചിലപ്പോ അങ്ങനെ ആയിരിക്കും സർ. സൃഷ്ടി, അതായത് എന്ത് വേണമെങ്കിലും ആകാലോ, പക്ഷെ പൃഥ്വി മാത്രം ഒരിക്കലും തെറ്റുകാരനാവില്ല. സൃഷ്ടി, എനിക്കറിയാം ഞാൻ എപ്പോഴെങ്കിലും പൃഥ്വിയുടെ സൈഡ് പിടിച്ചാൽ നിനക്കത് ഇഷ്ടാവില്ലെന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങൾ രണ്ടുപേരോടും പറയാം. ആരുടെയെങ്കിലും ക്യാരക്ടർ മോശമാണെന്ന് പറയുന്നതിന് മുൻപ് ഒരു 10 തവണയെങ്കിലും ചിന്തിച്ചിട്ടേ പറയാവൂ. എസ്പെഷ്യലി ഒരു പെൺകുട്ടിയുടെ മാനം ഉൾപ്പെടുന്ന കാര്യമാവുമ്പോ. ഇവിടെ പോയി എന്റെ വാലറ്റ്? ഷെർലിൻ ബേബിക്കൊപ്പം ഞാൻ ഇവിടെ തന്നെയല്ലേ ഇരുന്നത്? അപ്പൊ പിന്നെ അത് ഇവിടെ തന്നെയല്ലേ കാണേണ്ടത്? ഒരു സെക്കൻഡ്, എന്റെ വാലറ്റ് ചിലപ്പോ ഷെർലിൻ ബേബിയുടെ റൂമിലാവും. കാരണം ഞാൻ അവളുടെ കൂടെ ആ റൂമിൽ പോയിരുന്നല്ലോ. അതെ, ഷെർലിൻ ബേബിയുടെ റൂം ഒന്ന് ചെക്ക് ചെയ്യാം, ചിലപ്പോ അവിടെ കാണും. സൃഷ്ടി, നീയും ഞാനും പെൺകുട്ടികളാണ്. നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അമ്മ നമ്മളോട് എപ്പോഴും പറയാറില്ലേ, നമ്മുടെ മാനത്തിനെ പറ്റിയ കര മായ്ക്കാൻ ഈ ലോകത്തിൽ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലെന്ന്. ഒരിക്കൽ നമ്മുടെ മാനം നഷ്ടപ്പെട്ടാ പിന്നെ അതിന്റെ കര ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ആദ്യമൊക്കെ ഷെല്ലിനെ എനിക്കും അത്ര നല്ലവളായി തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് അവൾക്കെതിരെ ഒരു പ്രൂഫും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ ശരിയെന്ന് തെളിയിക്കാനോ ആയിട്ടില്ല. ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ എന്തെങ്കിലും പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അതൊരു തെറ്റായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട അങ്ങനെ സംഭവിച്ച പിന്നെ നമ്മൾ എല്ലാവരും വിഡ്ഢികളായി തീരും. ശരി, ഡൺ. നീ ഈ ഫോട്ടോ ഒരു തെളിവായിട്ട് കാണുന്നില്ല, റൈറ്റ്? ശരി, ഇനി ഞാൻ ഷെർലിന്റെ ആ ഡയറി, ഐ മീൻ സ്ലാം ബുക്ക് കണ്ടുപിടിക്കും. അതിൽ ഉറപ്പായിട്ടും എല്ലാം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നീ വിശ്വസിക്കും, റൈറ്റ്? സൃഷ്ടി, ഷെർലിന്റെ സ്ലാം ബുക്ക് ഇപ്പൊ തന്നെ, റൈറ്റ് നൗ. ഓക്കേ സർ. ഇനി നീ ഈ ഫോട്ടോ അങ്ങ് പിടിച്ചോ, എന്നിട്ട് നോക്കിയിരിക്കെ നല്ലപോലെ വീണ്ടും വീണ്ടും കണ്ട് ആസ്വദിക്കുക. ഞാൻ സൃഷ്ടി നിനക്ക് വേണ്ടി കുറച്ചുകൂടി തെളിവ് കൊണ്ടുവരാം. ഓക്കെ, കീപ് ലുക്കിംഗ് അറ്റ് ഇറ്റ്. യഥാർത്ഥത്തിൽ ഈ ഫോട്ടോഗ്രാഫ് വളരെ വിചിത്രമാണ്. ഇനി ശരിക്കും ഇവര് തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? ഇവന്മാര് ഇങ്ങനെയാണോ വയറിംഗ് ചെയ്ത് വയ്ക്കുന്നത്? പൊന്ന റാസ്കൽസ്. കഥക് തുറന്നു കിടക്കുവാണല്ലോ. അതിനർത്ഥം ഷെർലിൻ ബേബി വീട്ടിൽ വന്നിട്ടുണ്ടാവും. അപ്പോ പാർട്ടി ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ? ബേബി, എവിടെയാ നീ?
ബേബി, ഞാനിതാ വീട്ടിൽ തിരിച്ചെത്തി. വേഗം ഒളിക്ക വേഗം. ചിലപ്പോ അവൾ അവളുടെ മുറിയിൽ കാണും. ബേബി, എന്താ കാര്യം? ഇന്ന് ഒളിച്ചു കളിക്കാനുള്ള മൂഡിലാണോ നീ? ഞാൻ ഇവിടെ എത്തി മോളെ, നീ മതിയാക്ക്. ഇയാളാരാ? ഇയാളെന്തിനാ നമ്മളെ പോലെ ഒളിക്കുന്നത്? വേഗം മാടി. സൃഷ്ടി വിളിക്ക്, സൃഷ്ടി. അവൾ അവിടെ എങ്ങനെ കാണും. അടങ്ങിയിരിക്കും. ഇവിടെ പോയി വിളിക്കാൻ ആരെങ്കിലും വന്നാ കാണും. അടച്ചു പിടിക്കും. ഓ ഗോഡ്, ഇതെന്താ എനിക്ക് പറ്റിയത്? ഈ ആൾ ആരായിരിക്കും? ഇയാളെന്തിനാ ഇങ്ങനെ വിളിക്കുന്നേ? ഇനി വല്ല കള്ളനോ ആയിരിക്കോ? അപ്പൊ യഥാർത്ഥത്തിൽ കള്ളൻ കയറിയോ വീട്ടില്? എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ ഈ ടിപ് ടോപ്പ് കള്ളൻ ആരാണെന്ന്. അയ്യോ, ഇയാളുടെ മുഖം കാണുന്നില്ലല്ലോ എനിക്ക്. ഇനി നീ നിന്റെ കളി മതിയാക്ക് ബേബി. ആരോ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതെങ്കിലും കള്ളൻ തന്നെയായിരിക്കും, ഉറപ്പാണ്. അവനറിയാൻ പാടില്ല ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ അയാൾ എന്നെ ആക്രമിക്കും. അയാളുടെ കയ്യിൽ കത്തിയോ മറ്റോ ഉണ്ടോ എന്ന് ആർക്കറിയാം? ഇല്ലില്ല, ഈ വീട്ടിൽ ആരെങ്കിലും എൻ്റെ കൂടെ ഉള്ളതായി എനിക്ക് അഭിനയിക്കേണ്ടി വരും. പുന്നാരെ, നീ ഇവിടെയാണോ ഒളിച്ചിരിക്കുന്നത്? യു നോട്ടി മാൻ. ഷെർലിന്റെ അമ്മയല്ലേ? ഇതിപ്പോ എന്താ, ഇവർക്കും ഉണ്ടോ ഇനി ആരുടെങ്കിലും കൂടെ അഫയർ? ഇനി നീ പുറത്തെങ്ങാനും ആണോ? ഞാനൊന്ന് നോക്കട്ടെ. അത് ശരി, അപ്പൊ ഇവർക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇതെന്ത് കാലാ ദൈവമേ! എന്നുവെച്ചാ ഈ വയസ്സിലും ഇങ്ങനെയോ? കൊള്ള ആന്റി.
വാട്ട്? അതെ ബേബി, വീട്ടിൽ കള്ളം കയറിയിട്ടുണ്ട്. കുറെ നേരമായിട്ട് അവൻ ഈ വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ്.